ഹലോ, ഇടേ സതീശ, രാവിലെ വീട് നോക്കാൻ ആള് വരുമെന്ന് പറഞ്ഞിട്ട് സമയം ഇത്രയായില്ലോ, ഇതുവരെ ആളെ കണ്ടില്ലല്ലേ? അത് ശരി. പിന്നെ അതുപോലെ തന്നെ അവരുടെ അടുത്ത് പ്രത്യേകം പറയണം, 2 റൂം ഒരു അടുക്കളയാണ് ഇവിടെ ഉള്ളത്. അതിലെ ഒരു റൂം ഒരു അടുക്കളയെ വാടകയ്ക്ക് കൊടുക്കൂ. മറ്റേതിൽ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാരിയിട്ട് ഞാൻ വെച്ചേക്കാണ്. ഓ ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവനൊക്കെ ഇനി എപ്പോ വരാനാണോ? ആരാ നീ? ചേട്ടാ ഞാൻ തഴുത്തല മണി. നീ എന്തിനാടാ ഈ വീടിന്റെ പിന്നെ കിടന്ന് കറങ്ങുന്നത്? ചേട്ടാ ഈ ഒഴിഞ്ഞ വീട്. അത് പറ. ഒഴിഞ്ഞ വീടും പരിസരവും ഒക്കെ വന്ന് കണ്ടുവച്ചിട്ട് പോവാ, എന്നിട്ട് രാത്രിയാകുമ്പോ മോട്ടിക്കാൻ ഇറങ്ങാം. നിന്നെ കാണുമ്പോഴേ അറിയാം കള്ള ലക്ഷണം. പെട്ടിക്കകത്തൊക്കെ ചേട്ടാ പെട്ടിയിൽ എന്റെ സ്വകാര്യ സാധനമാണ്. നിന്റെ സ്വകാര്യ സാധനമൊക്കെ നിന്റെ പെട്ടിക്കകത്ത് വെച്ചോണ്ടോ നടക്കുന്നേ? എന്റെ സ്വകാര്യ സാധനം മ്യൂസിയത്തോണ്ട് വെക്കാൻ പറ്റും. അത് നീ എവിടെ കൊണ്ടുപോയി? ഈ പെട്ടിയും തുറന്നു കാണിരാ. ചേട്ടാ പെട്ടി ഞാൻ തുറക്കൂല. അപ്പൊ ഇതിനകത്ത് എന്തോ ഉടായിപ്പുണ്ടല്ലോ. നീ മാറ, ഞാൻ നോക്കാം. പെട്ടി പിടിക്കല്ലേ ചേട്ടാ. എന്താടാ നിനക്ക് മടി? എന്താടാ എടാ കോഴിത്തല മണിയാ. തഴുത്തല മണി. ഇത് ആരുടെ അടുക്കളയിൽ നിന്ന് മോട്ടിച്ചോണ്ടുന്ന പാത്രങ്ങളാടാ? ചേട്ടാ ഇത് ആരെയും അടുക്കളയിൽ നിന്ന് മോട്ടിച്ചാല് എന്റെ സ്വന്തം അടുക്കളയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. എന്റെ ദൈവമേ, സ്വന്തം അടുക്കളയിൽ നിന്ന് സ്വന്തം പാത്രം മോട്ടിച്ച് വിൽക്കുന്ന ഒരു കള്ളനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ചേട്ടാ ഞാൻ സതീശൻ പറഞ്ഞിട്ട് വന്നാണ് ഈ വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അത് പറയാൻ സമ്മതിക്കണ്ടേ? ശരി, ഇപ്പൊ എന്റെ കുഴപ്പമായോ? ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കായിട്ടേക്കാണ്, പക്ഷേ നിനക്ക് ഞാൻ വീട് തരത്തില്ല. നിന്നെ കാണുമ്പോഴേ ഒരു വശപ്പശകും. അതുമല്ല, ഞാൻ ഈ ബാച്ചിലേഴ്സിന് വീട് കൊടുക്കത്തില്ല, ഫാമിലിക്ക് മാത്രമേ കൊടുക്കൂ. സാറ് വിട്ടു. ചേട്ടാ ഞാൻ ഫാമിലിയാണ്, കല്യാണം കഴിച്ചു. നീ എടാ ഇത്രയും സമ്പന്ന എനിക്കിതുവരെ പെണ്ണ് കിട്ടില്ല, പിന്നെ നിനക്ക് പെണ്ണ് കിട്ടുന്നത്? ചേട്ടന് വിശ്വാസമായില്ലേ? ആയില്ല. ഡേ മറിയേ ഇങ്ങോട്ട് വാ. ഇതാണ് എന്റെ ഭാര്യ മറിയ. ഇപ്പൊ വിശ്വാസമായല്ലേ? അതെ കുട്ടി. കുട്ടിയുടെ പേരെന്താണ്? മറിയ. ഞാനത് ആ കുട്ടിയോടല്ലേ ചോദിച്ചത്? കുട്ടിയോട് ചോദിച്ചാൽ ഇതേ പറയൂ. ചേട്ടാ ഞാൻ ഈ പെട്ടി എടുത്ത് അകത്തോട്ട് കൊണ്ട് വെക്കട്ടെ? നീ ഇപ്പൊ എങ്ങോട്ടും കയറണ്ട. ഈ വീട് നമുക്ക് ശരിയാവില്ല. നമുക്ക് ആ സതീശന്റെ അടുത്ത് പറഞ്ഞിട്ട് വേറെ വീട് എടുക്കാം. പോ നോക്കുമ്പോ. ചേട്ടാ ഒന്ന് നിക്ക്, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ ചിലപ്പോ തന്നാലോ? അതെ ചേട്ടാ. ഓ ചേട്ടാ ഞങ്ങൾക്ക് ഈ വീട് താമസിക്കാൻ തരുവോ? തരുവോന്നാ? നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ്. അപ്പൊ ഇതല്ലേ ഞാൻ ഇത്ര നേരം ഇയാളടുത്ത് ചോദിച്ചത്. അപ്പൊ ഇയാളെ വായിൽ കുരുവായിരുന്നാ? എടാ ചോദിക്കേണ്ടവര് ചോദിക്കേണ്ട രീതി ചോദിക്കണം, മനസ്സിലായല്ലേ? അതേ കുട്ടി, കുട്ടിക്ക് എന്റെ ഈ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടോ? അയ്യോ ഇഷ്ടപ്പെട്ടോന്നോ? ഞങ്ങൾ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എനിക്ക് അല്ല, ഞാനും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടേക്കുന്ന വീടായത്. അതിപ്പോ ഉപകാരമായില്ലയോ? ഇപ്പൊ സംസാരിച്ച സമയം കണ്ട ഐശ്വര്യമായിട്ട് അഡ്വാൻസ് എടുത്തിട്ട് താക്കോല് വാങ്ങിയിട്ട് പൈസ. അപ്പൊ ചേട്ടാ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഐശ്വര്യമായിട്ട് താക്കോല് തരൂ. ഞാൻ ഐശ്വര്യമായിട്ടല്ലേ കൊടുക്കൂ. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ഐശ്വര്യമായിട്ടേ കൊടുക്കാവൂ. കാരണം നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മളല്ലേ. ഐശ്വര്യം, ഇതാണ് എൻ്റെ ഐശ്വര്യം. ഇനി സംസാരിച്ചിക്കണ്ട, ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറിയാട്ടെ, കയറിയാട്ടെ, അകത്തോട്ട് കയറിയാട്ടെ, അകത്തോട്ട് കയറിയാട്ടെ. ഏയ് പോന്നില്ലേ? ഇല്ല ചേട്ടൻ പോകുന്നില്ലേ? പിന്നെ ഞാനും കൂടെ പോയിട്ട് വരാം. അകത്തോട്ടല്ല പുറത്തോട്ട്. ശരിയാണല്ലേ, ഞാൻ പുറത്തോട്ടല്ലേ പോകല, ഞാനത് മറന്നുപോയി. എന്നാ ശരി എന്നാ. അതെ ചേട്ടാ, ചേട്ടാ എന്നെ നല്ല വീടാ ചേട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അതെ, അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട വാടക വീടാണ്. പിന്നെ എനിക്കറിയത്തില്ലേ. പിന്നെ ഒരു കാര്യം, അയാൾ എല്ലാ മാസവും 1-ാം തീയതി ഇവിടെ വാടക വാങ്ങിക്കേണ്ടി വരും. അയാളെ മുമ്പ് ചെന്ന് കിണിച്ചോണ്ട് നിൽക്കരുത്. എനിക്ക് അയാളെ കണ്ടപ്പോഴേ ഒരു വശപ്പശകാണ്. അങ്ങേര് വശപ്പശക്കാണെങ്കിലേ അങ്ങേർക്ക് എവിടെ നിന്നും കിട്ടിക്കോളും. നിങ്ങൾ അതൊന്നും പറഞ്ഞ് നിൽക്കാതെ അകത്ത് കയറിയ ജനലും കഥയൊക്കെ തുറന്നിട്. എടുത്ത് തൂത്ത് വരാൻ നോക്കും. ഞാൻ ഈ സാധനം എടുത്തോണ്ട് വരാം. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ചേട്ടാ എന്തോ നിങ്ങളെയല്ലേ വിളിച്ചത്? എന്റെ ചേട്ടനെ വിളിച്ചത്. ചേട്ടാ അയാൾ എന്തിനാ വിളിച്ചു വരുന്നത്? അത് അവിടെ കണ്ടിരിക്കട്ടെ, ഞാനിവിടെ നിൽക്കല്ലേ, പിന്നെന്തുവാ? അല്ല ചേട്ടൻ തന്നെ ഈ ബാഗൊക്കെ ആയിട്ട് ഇവിടെ എന്റെ ഒരു മുറി ഒഴിഞ്ഞ് കിടപ്പുണ്ടല്ലോ. ഈ സാധനം അതിനകത്തോട്ട് വെക്കാൻ വേണ്ടി വന്നതാ. അത്രേ ഉള്ളായിരുന്നു. അയ്യോ, കുട്ടി ഒറ്റയ്ക്കാണോ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? പിന്നല്ലാതെ. ഈ പ്രായത്തിൽ ഇത്രയും കട്ടിപ്പണിയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ആണുങ്ങൾ ചെയ്യേണ്ട പണിയാ. ഞാൻ സഹായിക്കാം. കുട്ടിയുടെ അറ്റത്തോട്ട് പിടിച്ചേ, പിടിച്ചേ. ആ പൊക്കിയാട്ടെ, പൊക്കിയാട്ടെ, പൊങ്ങട്ടെ, പൊങ്ങട്ടെ. ഇതെന്താ? ഇതൊക്കെ ഇവിടെ ഇട്ടിരുന്നാ മതിയോ? കൊണ്ടൊന്ന് പെരക്കകത്ത് വെക്കണ്ടേ? പോവല്ലേ? ഇതും കൂടെ അതെ ചേട്ടാ, പെട്ടി മാറ്റി, പെട്ടി മാറ്റി. ഞാനത് യൂണിയൻകാരനാണ്. സഹായിച്ചില്ല. ചേട്ടൻ എന്താ ഇവിടെ? ഇവിടെ എന്റെ ഒരു മുറി ഒഴിഞ്ഞടക്കിയല്ലേ, അപ്പൊ അതിലാണ് ഇനി എന്റെ താമസം. ചേട്ടാ ഞാനും എവിടെ ഒരുമിച്ചല്ലേ ഇവിടെ താമസിക്കുന്നത്? അതിനിപ്പോ എന്താ ചേഞ്ച് ചെയ്യണോ? അതാണോ ഞാൻ പറഞ്ഞത്. ചേട്ടാ അത് ബുദ്ധിമുട്ടല്ലേ ചേട്ടാ?
നിങ്ങൾ ആ കാര്യം ഓർത്ത് വിഷമിക്കാൻ വേണ്ട, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യും, ആ. എന്റെ അഡ്വാൻസ് ഇങ്ങനെ തരട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് മാറി തന്നേക്കാം. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. 11 മാസം കഴിയാതെ അഡ്വാൻസ് തിരിച്ചു തരത്തില്ല, അതാണ് എഗ്രിമെന്റ്. ഇങ്ങോട്ട് വന്നേ. അങ്ങേര് വീട് തരാൻ നേരത്തെ എന്തോ പറഞ്ഞത്? ഒരു മുറി അങ്ങേർക്ക് വേണോന്നല്ല പറഞ്ഞത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചാ പോരെ? കുഴപ്പമില്ലേ? പിന്നല്ലാതെ. എന്നാ ഇപ്പൊ ഒരു കാര്യം, നീ അകത്ത് നിന്ന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കും. ഓ, അതെ കുട്ടി പോലെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഈ ചോറ് വെക്കുമ്പോൾ അതിനകത്ത് ഉപ്പിടരുത്. എനിക്ക് ചെറിയ പ്രഷറിന്റെ കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, പഞ്ചസാര തീർത്തും ഒഴിവാക്കണം. അച്ചാർ ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ട. ഒരു ഇച്ചിരി അവിയലോ ഇച്ചിരി മീൻചാറോ ഉണ്ടെങ്കിൽ കുശാലായി. അല്ല ചേട്ടൻ ഇതൊക്കെ എവിടെടുത്ത് പറയണം എന്തിനാണ്? നമ്മളിനിയിപ്പോ ഒരുമിച്ചല്ലേ താമസിക്കാൻ പോന്നേ. അപ്പൊ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആ കുട്ടിയും കൂടെ അറിഞ്ഞിരിക്കണ്ടേ? ചേട്ടാ, ഞാനിവിടെ വീട്ടിലൊന്നും ഉണ്ടാക്കുകയില്ല ചേട്ടന് വെച്ച് വിളമ്പി തരാൻ വേണ്ടിയിട്ട്. ചേട്ടൻ വേണമെങ്കിൽ സ്വന്തമായിട്ട് വെച്ച് വിളമ്പി കഴിച്ചോളാം. അതെ, ഇവിടെ ആകെ ഒരു അടുക്കളേ ഉള്ളൂ. അപ്പൊ നാളെ മുതൽ ഈ കുട്ടിയുടെ കൂടെ പാചകത്തിന് ഞാനും അടുക്കളയിലുണ്ടാവും. കുട്ടി ചോറ് വെക്കുന്നു, ഞാൻ സാമ്പാർ വെക്കുന്നു. കുട്ടി മോര് കാച്ചുന്നു, ഞാൻ പപ്പടം കാച്ചുന്നു. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, ചേട്ടൻ ഒരു നേരത്തെ ആഹാരം ഞാൻ തന്നോളാം. നിങ്ങൾ എന്തോർത്താനേ പറയുന്നത്? എന്നെ കൊണ്ട് കണ്ടവന്മാർക്ക് വെച്ചോളം മാറുന്നു, എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി, നമ്മൾ ഒരു പട്ടിയെ വളർത്തി അതിന് ഇച്ചിരി ആഹാരം കൊടുക്കണ്ടേ? അങ്ങനെ അങ്ങ് കൂട്ടിയാ മതി. കൈസാ ലാസർ. പെട്ടിയിൽ അരിയും പയറും ഒരുപാട് പോയി കഞ്ഞി വെക്ക്. അയ്യേ, അപ്പൊ കഞ്ഞിയാണ്? ഇല്ല, ഇയാൾക്ക് ഞാൻ കുഴിമന്തി ഉണ്ടാക്കി തരാം. നീ എന്തോ നോക്കി പോയി കഞ്ഞി കഴി. മനുഷ്യന്റെ ഒരു കാര്യം. കഞ്ഞിയെങ്കിൽ കഞ്ഞി. അയ്യോ ചേട്ടാ, ഇതിവിടെ നടക്കൂല. അതെന്ത് നടക്കാത്ത? എന്റെ വീട്, എന്റെ റൂം, ഇതൊക്കെ ഇവിടെ നടക്കുമെന്ന് നോക്കണമല്ലേ? അവന്റെ ഒരു തലയെടുപ്പ് കണ്ടു. നാരങ്ങ പച്ചോളാ, ഇതെല്ലാം കൂടെ അടിപൊളിയാവുമല്ലോ. നിന്ന് വെള്ളം ഇറക്കണ്ട, ഒരെണ്ണം ഒന്ന് അടിച്ചു നോക്ക്. വേണ്ടാട്ടോ, എനിക്ക് ശരിയാവില്ല. പേടിക്കണ്ട, ധൈര്യമായിട്ട് അടിച്ചോ. ഞാൻ അടിച്ച ഇത് ഞാൻ മറിഞ്ഞ് വീട് വിടാം. അതല്ലേ വേണ്ടത്. അല്ല, ധൈര്യമായിട്ട് അടിച്ചോ, പേടിക്കണ്ട. അടിയന്നേ, ഇങ്ങനെ പേടിച്ചാലോ? ആഹാ, കേറട്ടെ പോട്ടെ. ഇത്രേ ഉള്ളു സംഭവം. ഇപ്പൊ മനസ്സിലായല്ലേ? നമ്മൾ ഈ പേടിക്കുന്ന കണക്കല്ല, കണ്ണു അടച്ചും കടിച്ചോണം. അയ്യോ, അവ അത് അടിച്ചിട്ട് പോയാ കണ്ടോ? വന്നിട്ട് നീ വിചാരിക്കുന്ന പോലൊന്നുമല്ലോ പുലി തന്നെ. എത്ര അടിച്ചോ? മറിയുന്നവരടിച്ചോ? ഞാൻ ഇങ്ങനെ നിൽക്കുമല്ലയോ? ചേട്ടാ, എനിക്ക് ഇച്ചിരി അടിച്ചു കഴിഞ്ഞാൽ ടച്ചിങ്സ് ഇല്ലാതെ പറ്റൂല. ടച്ചിങ്സിനിപ്പം അകത്തെന്തെങ്കിലും ഉണ്ടോ നോക്കിയാണ്. അവിടെ അരി പയറും ഇല്ലേ ഉള്ളത്. ഒരു കാര്യം ഞാൻ പുറത്ത് പോയിട്ട് ടച്ചിങ്സ് മാറ്റിട്ട് വരാം. പോട്ടോ 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 പോ. അതെ, ആ, എന്റെ ചേട്ടൻ എന്ത് ചെയ്യേ? പുള്ളി പുറത്തുവരെ പോയി. പേടിക്കണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ. എന്റെ ചേട്ടൻ എന്തോ നിങ്ങൾ കാണിക്കുന്നത്? എന്താ പറ്റി? ഇത് അങ്ങനെ കൊടുത്തോ നിങ്ങള്? കുട്ടി വഴക്കൊന്നും പറയേണ്ട, ഒരു ശകലമേ കൊടുത്തിട്ടുള്ളൂ. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. മിക്കവാറും തെങ്ങിന്റെ മുട്ടിക്കോ. എന്റെ ദൈവമേ, മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും അങ്ങനെ മദ്യം കൊടുക്കത്തില്ല. അതിനാ? അതെന്നാന്നോ, ഒരു തുള്ളി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പടയപ്പട സ്റ്റൈലാ കാണിക്കുന്നത് മുഴുവനും. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇന്നാൾ ഇതേപോലെ എന്തോ സാധനം അങ്ങനെ വലിച്ചു കയറ്റി. എന്നിട്ട് തിരുവനന്തപുരത്തുള്ള 3 കട അങ്ങനെ അടിച്ചു പൊട്ടിച്ചത്. ഇപ്പോഴും അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ചുമ്മാ പറയും. ചുമ്മാതൊന്നും അല്ല, ഇന്ന് നിങ്ങളെല്ലാം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ചാർജിട്ട് നിങ്ങൾ അനുഭവിച്ചോ? അയാളോ? ലാസർ ഇല്ലടാ, നീ ഇന്ന് മുതൽ എന്റെ കൈസറാണ്. എടാ, ഏതെങ്കിലും മുതലാളിമാര് വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ കയറി തുറക്കോടാ. ഇപ്പൊ ഈ നിമിഷം നിന്റെ കൂടും കുടുക്കെടുത്തിട്ടാ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അപ്പൊ എനിക്ക് താമസിക്കണ്ടേ? എടാ, നിനക്ക് താമസിക്കാൻ നീ വേറെ ഏതെങ്കിലും വീട് വാടകയ്ക്ക് എടുത്തോടാ. മത്തങ്ങ തലയാ. എടാ, എനിക്കിവിടെ സ്വന്തമായിട്ട് വീട് കിടക്കുമ്പോ ഞാൻ എന്തിനാ വേറെ വീട് തന്നെ ഇരിക്കുന്നേ? എടാ, ആ വീടല്ലടാ നീ എനിക്ക് വാടകയ്ക്ക് തന്നത്. നിനക്ക് ചോറിന് ഉപ്പിട്ടാ ശരിയാവൂലേ? എന്റെ ഭാര്യ ചോറ് വെക്കുമ്പോ നീ സാമ്പാർ വെക്കും, അവള് മോര് കാച്ചുമ്പോ നീ പപ്പടം കാച്ചു. അങ്ങനെ ഇപ്പൊ നീ നിന്റെ അഡ്വാൻസ് ആണെങ്കിൽ തിരിച്ചെന്നൊക്കെ പ്രശ്നം തീരുമല്ലേ? വേണ്ടടാ, നീ 11 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാ മതി. അതേ കുട്ടി, ഇയാൾ എന്നും മദ്യപിക്കും? എന്നും മദ്യപിക്കും. അപ്പൊ ഇനിയുള്ള 11 മാസവും ഞാൻ ഇവിടെ കിടന്ന് അടി വാങ്ങിക്കണമല്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് നല്ല പഠിക്കണം. കേരളത്ത് ഇനി 11 മാസം കഴിയാതെ ആ ഗേറ്റിന് പുറം ഞാൻ വരത്തില്ല. അമ്പടാ, 11 മാസത്തേക്ക് എവന്റെ ശല്യം ഉണ്ടാവൂല. നിങ്ങളുടെ ഈ മദ്യപാനം കൊണ്ടേ ഇപ്പോഴാ ഒരു കോടാലി ഒഴിവായി പോയത്. അത് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ അല്ലാതെ. എന്നാ ഇനി ഇച്ചിരി കഞ്ഞി കുടിക്കാം.